ശ്രീ AC മൊയ്തീൻ. സർ, നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരമുള്ളടക്കം മെച്ചപ്പെടണം എന്നുള്ളത് എല്ലാവരും കാണുന്നൊരു കാര്യമാണ്. ഗുണമേന്മ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ കേരളം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്താണ് എന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, അറിവിനും കഴിവിനും ക്ഷമതയ്ക്കും ഏറെ പ്രാധാന്യമുള്ള ലോകക്രമത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ലോകക്രമത്തിൽ ജീവിക്കുവാൻ അനുഗുണമായ അറിവും കഴിവും നൈപുണ്യവും നേടിയെടുക്കുക എന്നതാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം മതനിരപേക്ഷത, ജനാധിപത്യം, തുല്യത അടക്കമുള്ള ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ മൂല്യങ്ങളും കുട്ടികൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. സമൂഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാനുള്ള കഴിവ് കുട്ടികൾ ആർജിക്കണം. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് സർക്കാരിൻ്റെ നിലപാട്. വളരെ വിപുലമായി ചർച്ചകൾ നടത്തി വികസിപ്പിച്ച കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2023 ഇക്കാര്യം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അറിവിൻ്റെ സ്വാംശീകരണത്തിനും ആർജിച്ച അറിവിനെ പ്രയോഗിക്കുവാനുള്ള ശേഷിയും കുട്ടികളിൽ വികസിക്കേണ്ടതായിട്ടുണ്ട്. സർ, അങ്ങനെ പഠന പ്രക്രിയയിലൂടെ കുട്ടികൾ നിർമ്മിച്ച അറിവ് വിനിമയം ചെയ്യാനുള്ള കഴിവ് വികസിപ്പിക്കണം. മുൻകാലത്ത് അവലംബിച്ച പഠനരീതിയിൽ നിന്ന് നവീനമായ പഠനരീതികൾ മാറിക്കൊണ്ടേ ഇന്നത്തെ ലോകം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികൾ നമുക്ക് കുട്ടികൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയും.